തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം. അവിടുത്തെ ഉത്സവം തുടങ്ങാൻ ഇനിയും ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വർഷവും ഇവിടുത്തെ ഉത്സവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര ഉപദേശ സമിതി വളരെ ഭംഗിയായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉത്സവമൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ ദേവസ്വം ബോർഡ് മരവിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ദേവസ്വം ബോർഡ് നേരിട്ട് ഇത്തവണ ഉത്സവം നടത്തുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. എന്നാൽ എല്ലാ വർഷവും ഇവിടെ വളരെ ഭംഗിയായിട്ട് ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചതിനെതിരായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു നാമജപ ഘോഷയാത്ര നടത്തുന്നു. അതുകൂടാതെ ഇവിടെ ഒരു സമ്മേളനം കൂടി നടത്തുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. പ്രാദേശിക നേതൃത്വവും ഓമല്ലൂരിലേക്ക് ഉൾപ്പെട കക്ഷികളും ചേർന്നുകൊണ്ട് ഓമല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്ന ഓമല്ലൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഉത്സവം ഭക്തിനിർഭരമായും ഭംഗിയായും ഈ വഴിപാടുകളെ കൂടി ഭഗവാന്റെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതിന് ഭംഗിയായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണം ഉണ്ടാകുവാനാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെ ശാന്തമായി ഭക്തജനങ്ങൾ നടത്തുന്ന നാമജപ യാത്രയാണ് ഈ വഴിത്താരകളിൽ കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ അഭീഷ്ടവരനായകനും മന്നദാനപ്രഭു അധൃതവത്സലമായ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമിയോട് ഭക്തിനിർഭരമായ തിരുവാറാട്ട് കടന്നു പോകുന്ന വഴിത്താരകളിൽ കൂടി ഇന്ന് ഓമല്ലൂരിലെ കണ്ണീരോടുകൂടി ഭഗവാന് വേണ്ടി അപേക്ഷിക്കുകയും ഭഗവാന്റെ തിരുവാറാട്ട് ഭക്തിനിർഭരമായി ഈ വഴിത്താരകളിൽ കൂടി കടന്നു പോകുവാൻ ഓമല്ലൂരിലെ ചില ദുഷ്ടശക്തികൾ പണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില സാമൂഹിക ശക്തികൾ ഭഗവാന്റെ അന്നം കൊണ്ട് ജീവിതം ധരിച്ചു പോകുന്ന ചില സാമൂഹിക ശക്തികൾ ഓമല്ലൂർ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് കണ്ണീരോടുകൂടി ഭഗവാന്റെ ആരാധനത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണപക്ഷങ്ങളോട് ഗണപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നടത്തുന്ന നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ തിരുവെഴുന്നള്ളത്ത് ഇന്ന് ഭക്തജനങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ എഴുന്നള്ളത്ത് പോകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടും ഇവിടുത്തെ സർക്കാരിനോടും കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് ഓമല്ലൂരിലെ ജനസമൂഹം നടത്തുന്ന പ്രതിഷേധാത്മകമായ നാമജപ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ നിങ്ങളുടെ ആവശ്യം കാണുമ്പോൾ എനിക്കൊരു പഴയ പാട്ട്, അത് സംഘത്തിന്റെ ആണെന്നൊക്കെ ഇനി മറ്റുള്ള പലരും പറയുമായിരിക്കും, പക്ഷെ രാഷ്ട്രത്തിന്റെ ഒരു പൊതു വികാരമുള്ള ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിനകത്തില് അതറിയാവുന്നവരൊന്ന് ഏറ്റുചൊല്ലിയാൽ നല്ലതാണ്. ഉണർന്നു പോയി പ്രചണ്ഡ ഹിന്ദു പൗരുഷം, തളർന്നു പോയി കനത്ത കാൽവിലങ്ങുകൾ, അജയ്യ ശക്തിയാർന്നിത വരുന്നു ഹിന്ദു സൈനികർ, ജയിച്ചു കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടവർ. 4 വരി മതി, പോരെ? ഞാനേ പിന്നെ നമ്മുടെ നാമജപ ഘോഷയാത്രയായി അമ്മമാരുമായിട്ട് ഒന്നിച്ച് വന്നപ്പോ ഞാൻ ആദ്യം ഒന്ന് ഭയപ്പെട്ടു പോയി. കാരണം വിദ്യാഭ്യാസ യുദ്ധം നടക്കുന്ന ഇവിടെ ആണോ എന്ന് സംശയിച്ചു പോയി. കാരണം കണ്ടില്ലേ നിൽക്കുന്നത് നമ്മുടെ നിയമപാലകരെ, എത്ര പേരാണെന്ന് എനിക്ക് എണ്ണാൻ തന്നെ വയ്യ.
ഇവിടെ ഏതാണ്ട് വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതിയാണ് ഈ പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളൊരു പ്രതിഷേധം, അമ്മമാരുടെ ഒരു പ്രതിഷേധം, ഇവിടുത്തെ ഹൈന്ദവരുടെ ഒരു പ്രതിഷേധം, അത് ഒരു സൂചനയായിട്ട് മാത്രം ഒന്ന് കണക്കാക്കിയാൽ മതി. ഇനിയും വരാനിരിക്കുന്നു വലിയ വെടിക്കെട്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ സൂചിപ്പിക്കുന്നില്ല. കാരണം എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ വെച്ച് എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് ഇവിടുത്തെ അമ്മമാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ സൂചിപ്പിച്ചു 2023 ഞാൻ ഒരു അല്പം കൂടെ ഞാൻ അധ്യക്ഷനോട് ചോദിച്ചു, അദ്ദേഹത്തിന് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ചില കാര്യങ്ങള് വ്യക്തമായിട്ട് ഓമല്ലൂരെ ഭക്തജനങ്ങൾ, എല്ലാ കരയിലും ഉള്ള ഭക്തജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതിന്റെ പേരിലാണ് ഇവിടെ ഒരു വിശദീകരണ യോഗം വെച്ചത്. 2023 സംഭവം നിങ്ങൾ അന്ന് നടന്നത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. യാതൊരു വിധമായ പ്രകോപനമില്ലാതെ ഒരു ദിവസം കൊടിയേറ്റിന്റെ അന്ന് KR ബൈജുവിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ 2-3 മുസ്ലിം സഹോദരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കാവിക്കൊടിക്ക് പകരം അവരുടെ ചുമന്ന കൊടി കെട്ടണമെന്നുള്ള ആവേശമായിട്ട് മുന്നോട്ട് വന്നു. അമ്മമാരുൾപ്പെടെ ഭക്തജനങ്ങൾ ശക്തമായിട്ട് എതിർത്തു. യാതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബഹുമാന്യനായ പത്തനംതിട്ട DOSP ശ്രീ നന്ദകുമാർ സാർ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ക്ഷേത്ര ഗോപുരത്തിന്റെ മുന്നിൽ ശ്രീ രക്തകണ്ഠായ നമഃ എന്നുള്ള കൊടിയാണ് കെട്ടിയിരിക്കുന്നതെന്നും നിങ്ങളുടെ തിട്ടൂരമൊന്നും ഇവിടെ നടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞതിന്റെ വെളിച്ചത്തിലും അമ്മമാര് സംയമനം പാലിച്ചില്ലെങ്കിൽ അവരെ അന്ന് ചെരിപ്പൂരി അടിച്ചേനെ. അമ്പലത്തിനകത്ത് നല്ല ചൂലിരിപ്പുണ്ട്, അതെടുത്ത് വെച്ച് അടിച്ചേനെ ഇവിടുത്തെ അമ്മമാരെ കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. കാരണം എങ്ങനെ മനസ്സിലാക്കാനാ? ഒന്ന് തൊഴാൻ പോലും മഴ പെയ്താൽ നനയാതിരിക്കാൻ പോലും ഈ അമ്പലത്തിനകത്ത് കയറാത്തവരാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഉത്സവം നടത്തണം, മറ്റേത് നടത്തണം എന്ന് പറഞ്ഞുണ്ട്. ഇവിടെ സ്ഥിരം വരുന്ന അമ്മമാരുണ്ട്, അവരെ ചെരുപ്പും ചൂലും എടുത്ത് ഇവരെ അടിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അന്ന് സംഘപരിവാർ സംഘടനകളെ മുഴുവൻ പേരും വളരെ കരഞ്ഞു വീണ് അവരോട് പറഞ്ഞതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരുന്നത്. ഈ സംഭവങ്ങൾ അറിഞ്ഞ സമയത്ത് നിരവധി അമ്മമാര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മുന്നിട്ട് വരാം, ഈ ഉമ്മാരെ പറ്റിയ തല്ലുന്ന പോലെ റോഡിലിട്ട് തല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ചെയ്യാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ധാർമ്മികതയുടെ വഴിയാണ് ഞങ്ങൾക്കുള്ളത്, അധർമ്മത്തിന്റെ വഴിയല്ല. അധർമ്മത്തിന്റെ വഴി ഇപ്പൊ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ 2023 കഴിഞ്ഞു. 2024 അങ്ങനെ മുമ്പേ പറഞ്ഞതുപോലെ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാം മൗനം പാലിച്ചിരുന്നു. 2025 ആദ്യത്തില് ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ നടന്നു. 400ഓളം പ്രതിനിധികള് അമ്പലത്തിൽ വരാത്തവർ മുഴുവൻ പേരും അമ്പലത്തിന്റെ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ക്ഷേത്രത്തിനകത്ത് തിങ്ങിക്കൂടി അത് ഇലക്ഷൻ നടത്താൻ വന്നു. ഇലക്ഷൻ നടത്തി ഈശ്വര നിശ്ചയം, ഭഗവാൻ ഇവിടെ ഇരിപ്പുണ്ട്, അതിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ആ ഭഗവാന്റെ ഒരു തരി മണ്ണ് പോലും എടുക്കാതെ ഉപദേശ സമിതിയുടെ പ്രവർത്തനം മാതൃകാപരമായി നടത്തുവാന് ഇപ്പോഴത്തെ ഉപദേശ സമിതിക്ക് സാധിക്കുന്നുണ്ട് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ നടന്ന് ആദ്യം നമുക്കറിയാം, ഓമല്ലൂരമ്പലത്തിലെ പ്രത്യേകത അറിയാം. എല്ലാ കരകളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു കമ്മിറ്റി കൂടെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത വിധം 10 ദിവസവും ആറാട്ടോടുകൂടി ഈ ഭഗവാന്റെ ആറാട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതേപോലെ ഇല്ല. അന്ന് വിദേശത്ത് നിന്നും പ്രവാസികളായ മലയാളികളെല്ലാം തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ തിടമ്പേറ്റിക്കൊണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ആറാട്ട് കടവിൽ ആറാട്ട് നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം ഓമല്ലൂർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുവാൻ 1-2 ദേവസ്വം പ്രതിനിധികൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നറിയാം. അതിന് തെളിവാണ് നാട്ടുകാരായ 2-3 പേര് കഴിഞ്ഞ പ്രാവശ്യം 2023 അഡോപ്പ് കമ്മിറ്റി എടുത്ത് ഉത്സവം നടത്താൻ വന്നപ്പോ അവര് സംസ്ഥാപരാധം പറഞ്ഞു, നിങ്ങൾ ആര് വേണേ നടത്തിക്കോളാൻ പറഞ്ഞു. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ നമുക്കെല്ലാം അറിയാം. അങ്ങനെ പൊതു കമ്മിറ്റിയെ 2023 ഇവരുടെ ആദ്യത്തെ പടി എന്ന നിലയിൽ ഉത്സവം അലങ്കോലപ്പെടുത്താൻ 2024 പൊതു കമ്മിറ്റിയെ എടുക്കുവാൻ നമുക്ക് അനുവാദമില്ല. പൊതു കമ്മിറ്റി മറ്റു പല ക്ഷേത്രങ്ങളിലും, വൈക്കം ക്ഷേത്രത്തിലൊക്കെ പൊതു കമ്മിറ്റിയുടെ വലിയ ഫോട്ടോ വെച്ചിട്ടാണ് നോട്ടീസ് ഇറക്കുന്നത്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ദേവസ്വം ഓഫീസുമായിട്ട് സംസാരിച്ചോ പറഞ്ഞു, ഇവിടെ പരാതി ഉണ്ട്. ആർക്കാ പരാതി?
ക്ഷേത്രത്തിനകത്ത് കയറാത്ത ആൾക്കാർക്കാണ് പരാതി. ആ പരാതി ഉള്ളത് കൊണ്ട് നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പൊതുകമ്മിറ്റി ഒഴിവാക്കി. പൊതുകമ്മിറ്റി ഒഴിവാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം നടത്താനുള്ള തീരുമാനമായി. ഉപദേശക സമിതി പൊതുകമ്മിറ്റി അനൗൺസ് ചെയ്യാതെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഉപദേശക കമ്മിറ്റിയിൽ 13 പേരാണ്. ആ 13 പേരെ കൊണ്ട് ഈ ഉത്സവം നടത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം ഉത്സവം നടത്താൻ പറ്റില്ല, തറലേലം വേണം, അതേപോലെ തന്നെ അമ്പലത്തിന്റെ ബസിന്റെ പിരിവെടുക്കണം, മറ്റു പല തരത്തിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. പൊതുകമ്മിറ്റിക്കും ഉപദേശക സമിതിക്കും ഒരുപാട് ചുമതലകളുണ്ട്. ഈ കൊടിയേറ്റ് സദ്യ നടത്തണം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നടക്കുന്ന ഓട്ടം തുള്ളൽ നടത്തണം, അതേപോലെ തന്നെ നമ്മളെ ആധ്യാത്മിക പ്രഭാഷണം നടത്തണം, 3-ാം ദിവസം നടക്കുന്ന കഥകളി നടത്തണം, ഈ മൈക്ക് സെറ്റ് ഏർപ്പാടാക്കണം, ലൈറ്റുകൾ ഇടണം. ഇതെല്ലാം പൊതുകമ്മിറ്റിയുടെയും ഉപദേശക സമിതിയുടെയും ചുമതലയാണ്. ആ ചുമതലകൾ ചെയ്യുവാൻ വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ഫണ്ട് സ്വരൂപിച്ച് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തെയാണ് ആദ്യം ഇവര് അട്ടിമറിച്ചത്. ഇവരൊരു കാര്യം ഓർക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിന്റെ വരുമാനമാണ് കുറയുന്നത് എന്ന് ദേവസ്വം ബോർഡ് പോലും ചിന്തിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വരുമാനമാണ് ഇവിടെ കുറയുന്നത് എന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ബാക്കിയുടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2024 ഉപദേശക സമിതിയെ തെരഞ്ഞെടുത്തത് ഈ പറഞ്ഞതുപോലെ 400ഓളം പേരുടെ പ്രതിനിധികൾ അടങ്ങുന്ന അവിടെ ഇലക്ഷൻ നടത്തി. അത് പറ്റില്ല എന്ന് പറഞ്ഞവരെ നെറുക്കിട്ട് വന്നത് മുഴുവൻ നമ്മുടെ ആൾക്കാർ തന്നെ ആയിരുന്നു എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അവരെല്ലാവരും തന്നെ ഹിന്ദുമത വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഭഗവാനെ തൊഴുന്നവരുമായിരുന്നു. അന്ന് രാത്രി തന്നെ ഈ KR ബൈജുവും ആറ്റിലത്തെ ദീപു എന്ന് പറയുന്ന പ്രവർത്തകരും കൂടി രാജ്യരാമാനും തിരുവനന്തപുരത്ത് പോയി ദേവസ്വം കമ്മീഷണറെ നേരിട്ട് കണ്ട് പറഞ്ഞു, ഇത് കമ്മിറ്റി ശരിയായിട്ടല്ല എടുത്തത്, ഈ കമ്മിറ്റിയെ പിരിച്ചുവിടണം. ആ കമ്മിറ്റിയെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞൊരു റിട്ടേൺ ലെറ്റർ കൊടുത്തു അവരുടെ പേരിൽ തിരുവനന്തപുരം ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ. ആ കമ്മീഷണർ ഓഫീസ് അത് വെച്ചുകൊണ്ട് അത് തടഞ്ഞു വെച്ചു ഉപദേശക സമിതി. ഇപ്പൊ നിലനിൽക്കുന്ന ഉപദേശക സമിതിയെ 4 മാസത്തോളം അപ്രൂവൽ കൊടുക്കാതെ തടഞ്ഞു വെച്ചതിന് ശേഷമാണ് അപ്രൂവൽ കൊടുത്തത്. ഈ 4 മാസക്കാലം അവർ വെറുതെ ഇരുന്നില്ല. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് ഓമലൂർ ക്ഷേത്രത്തിൽ ദിവസവും കയറി ഇറങ്ങി ഇവിടെ ശാഖ നടക്കുന്നുണ്ടോ, ഇവിടെ കൊടി കെട്ടുന്നുണ്ടോ, ഉപദേശക സമിതി എന്തു നല്ല കാര്യങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തതൊന്നും ഇവരാരും കണ്ടില്ല. അഷ്ടബന്ധ കലശം ഉൾപ്പെടെ നടത്തിയത് നല്ല കാര്യങ്ങൾ ഇവർ കണ്ടില്ല. പക്ഷേ ദേവസ്വം വിജിലൻസ് അവർക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തത്. അതുകൊണ്ട് 4 മാസം കഴിഞ്ഞിട്ട് പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ഉത്സവം നടത്തിപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞപ്പോ നേരത്തെ ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 8-ാം തീയതി വാർത്താ മാധ്യമങ്ങളിൽ കൂടി വരുന്നു ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടിരിക്കുന്നു. വീണ്ടും 16-ാം തീയതി വരുന്നു ഉപദേശക സമിതിയെ മരവിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഉപദേശക സമിതി അംഗങ്ങള് ഹൈക്കോടതിയെ പോയി സമീപിച്ചു. ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. ഹൈക്കോടതി തന്നെ അത്ഭുതപ്പെട്ടുപോയി. ദേവസ്വം ബോർഡിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ 8-ാം തീയതി പിരിച്ചുവിട്ട ഉപദേശക സമിതിയെ 16-ാം തീയതി മരവിപ്പിക്കുന്നത്? ഉപദേശക സമിതി ഉണ്ടെങ്കിലല്ലേ മരവിപ്പിക്കാൻ പറ്റും. 8-ാം തീയതി പിരിച്ചുവിട്ട ഉപദേശക സമിതിയെ 16-ാം തീയതി മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ വേറെ പണിവെല്ലാം നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാനിരിക്കുകയല്ല. ഇവിടെ ദേവസ്വം ബോർഡിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്ന് കേൾക്കാനുള്ളത് കേട്ടിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അവരുടെ സ്റ്റേ ഒഴിച്ചു കൊടുത്തു. ഉപദേശക സമിതി ഇപ്പൊ നിലവിലുണ്ട്, യാതൊരു വിധമായ തടസ്സവുമില്ല ഉപദേശക സമിതിക്ക് പ്രവർത്തിക്കുവാന്. അതിനെ മറികടന്നുകൊണ്ടാണ് ആ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ഇതിന്റെ റിസൾട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവരെ കേട്ടതിന് ശേഷം അവരുടെ ഭാഗം കൂടെ റിപ്പോർട്ട് ചെയ്തിട്ട് ഹൈക്കോടതിയിൽ ഇത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ 10 ദിവസമായി, 10 ദിവസം കഴിഞ്ഞു, ഇതുവരെ ഈ ഉപദേശക സമിതിയെ അവിടെ വിളിച്ചിട്ടില്ല. കാരണം ഉപദേശക സമിതിയുടെ പേരിൽ യാതൊരു കുറ്റവും ആരോപിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. യാതൊരു വിധമായ തെറ്റും അവർ ചെയ്തിട്ടില്ല. ഉപദേശക സമിതിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ യാതൊരു വിധമായ തെറ്റും ചെയ്യാതെ ഉപദേശക സമിതിയെ മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തതിനു ശേഷം ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉത്സവം നടത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വാർത്ത വന്നിരിക്കും. കരക്കാരെ സംബന്ധിച്ചിടത്തോളം 7 കരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസവും
വളരെയധികം വേദനയുണ്ട് ഈ കാര്യത്തിന്. എങ്ങനെ ഉത്സവം നടത്താനാണ്? വൻ പ്ലാനുകൾ ഇട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 2 മാസം മുമ്പേ തുടങ്ങേണ്ട ഉത്സവത്തിന് ഇനി 8 ദിവസം 8-ാം തീയതി കൊടിയേറും. നമ്മൾ എങ്ങനെ ഉത്സവം നടത്തും? പക്ഷെ നമ്മൾ നടത്തും. ഏത് വിധേനയായാലും ഓമല്ലൂർക്കാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഭഗവാന്റെ ഉത്സവം ഏതെങ്കിലും എംപോക്കിക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ നടത്തും. ആത്മാഭിമാനമുള്ള, ആത്മധൈര്യമുള്ള, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ഓമല്ലൂരിൽ. നമ്മളെ ക്ഷമിക്കും തോറും നിങ്ങൾ തലയിൽ കയറാൻ ശ്രമിക്കരുതെന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വലിയൊരു ദുരന്തത്തിന് നിങ്ങൾ സാക്ഷികളാവേണ്ടി വരും എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നമുക്കറിയാം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുക. എന്താണ് ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഇവർക്ക് വേണ്ടിയത്? എന്താണ്? പിന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടപ്പനാര് സാറ് ഭരണസമിതിയിൽ ഇരുന്ന സമയത്താണ് ഈ വടക്കേ ഗോപുരവും ഈ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒത്തിരി നാൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അന്ന് ഈ അലങ്കാര ഗോപുരം വന്നപ്പോ അന്ന് കെട്ടിയതാണ് ഈ കൊടി. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളൊന്നും കെട്ടിയതല്ല, ഈശ്വരവിശ്വാസികൾ കെട്ടിയതാണ്. ആ കൊടി അഴിക്കാൻ നമുക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള അംഗീകാരവും ഇല്ല. നമ്മൾ അഴിക്കാൻ പറ്റില്ല. അത് ഭഗവാന്റെ കൊടിയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശ്രീരാമേന്ദ്ര പ്രഭുവിന്റെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് നമുക്കൊക്കെ അറിയാം, ഇവർക്ക് അറിയത്തില്ല. അതിന്റെ മുകളിലും ഉണ്ട് കാവിക്കൊടി. ഒരു ധ്വജമുണ്ട്. ആ തേരിന്റെ മണ്ടയിൽ ഒരു ധ്വജമുണ്ട്. അത് RSSകാർ കെട്ടിയതാണ്. RSS ഉണ്ടായിട്ട് 100 കൊല്ലം ആവുന്നതേ ഉള്ളൂ, ശതാബ്ദി ആഘോഷിക്കുകയായപ്പോ. അതിന് എത്രയോ വർഷം മുമ്പ് ഇത് ഹൈന്ദവരുടെ ഒരു വികാരമാണ്, അവരുടെ ഒരു അഭിമാനമാണ് ഈ കാവിക്കൊടി. അത് സംഘത്തിൻ്റെതല്ല എന്ന് ഈ വിഡ്ഢികൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഹരിദാസ് ചേട്ടനുണ്ട്, അദ്ദേഹത്തിന് കൂടുതൽ നിങ്ങളോട് സംവദിക്കാനുണ്ട്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഓമല്ലൂരെ മാത്രം വിഷയമല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ധരിക്കണ്ട. ഈയിടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അമ്പലത്തില് വിപ്ലവഗാനം പുഷ്പനെ മറന്നോ, പുഷ്പനെ മറന്നോ, ഇപ്പോഴും നെഞ്ചത്തടിച്ച് പാടിക്കൊണ്ട് നടക്കാം, പുഷ്പനെ മറന്നോ. ആരെങ്കിലും ഒക്കെ തല്ലി കൊന്നേച്ച് രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് ഇപ്പോഴും ഓമല്ലൂര് കൊണ്ടത് ഞാനത് പേരെടുത്തും പറയുന്നില്ല, മരിച്ചുപോയ എല്ലാവരെയും അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. അത് പക്ഷെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടാവരുത്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ സംസ്ഥാനത്തുടനീളം ഹൈന്ദവർക്ക് നേരെയുള്ള ഒരു കടന്നു കയറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ഹിജടകളായിട്ടുള്ള ഈ രാഷ്ട്രീയ ഇവരെ കൊണ്ട് മുന്നേ നിർത്തിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ വലിയ ആൾക്കാരുണ്ട്. എഡ്യൂക്കേഷൻ മാത്രമൊന്നും അദ്ദേഹത്തിന് അതിനുള്ള കഴിവൊന്നുമില്ല. 2023 ഇവിടെ സൂചിപ്പിച്ചു. 2023 അയ്യപ്പ സത്രം നടത്തി. ഇവിടെ അയ്യപ്പ സത്രം നടത്തിയപ്പോ ഞാനും അതിനകത്ത് നിർഭാഗ്യവശാൽ ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു പോയി. ഭഗവാന്റെ കാര്യമല്ലേ. അന്ന് നടന്നിട്ടുള്ള അഴിമതികളൊന്നും ഇന്നും പുറത്തു വന്നിട്ടില്ല. പത്തനംതിട്ട BJP ഓഫീസ് കത്തിച്ചതാരാണെന്ന് എനിക്കറിയില്ല. കത്തിച്ചതിന്റെ മറവിൽ വലിയൊരു പിരിവ് നടന്നു. അപ്പൊ ഇതിനൊക്കെ അല്ലാതെ ഇങ്ങനെയുള്ള ബുദ്ധിപരമായ കാര്യത്തിന് അന്നും ഇന്നും യാതൊരു വിധമായ കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ ഇവിടെ ക്ഷേത്രം നന്നാക്കണം, ഉത്സവം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് സഖാക്കളാണല്ലോ. അവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല നമ്പർ 1 ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്ന ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് 41 കോടി രൂപ ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടേത് അവര് കൈയിട്ട് വാരി നശിപ്പിച്ചു കഴിഞ്ഞു. 2012 ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഒരു നോട്ടീസുമായിട്ട് ഈ ഓമല്ലൂർ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും കയറി ഇറങ്ങിയിരുന്നു. അന്ന് 1 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ നഷ്ടം. 1,41,000 രൂപ അറ്റാതായ നഷ്ടം വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞു ഇത് നശിക്കാൻ പോകുന്നു, സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഞാനായിരുന്നു അതിന്റെ മുന്നേ നിന്ന്. എനിക്ക് ഒരുപാട് അച്ഛനെ വിളി കിട്ടി. അന്ന് ഒരുപാട് പേര് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ, അച്ഛന്റെ പേര് ഉറക്കെ മൈക്കിൽ കൂടെ പറഞ്ഞു. പക്ഷേ ഞാൻ തളർന്നില്ല, മുന്നോട്ട് തന്നെ പോയി. കമ്മിറ്റിയെ പിരിച്ചുവിട്ടു, കാര്യങ്ങളൊക്കെ നടന്നു. വീണ്ടും ഇലക്ഷൻ വന്നു. അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരന്റെ നേതൃത്വത്തിൽ 10 വർഷം അവിടെ ഭരിച്ചു.
അന്ന് മാത്രം ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തത് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരന്റെ സമയത്താണ്. 7 കോടിയിൽ പരം രൂപ 2 വർഷത്തെ അറ്റാതായ നഷ്ടം. ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ നന്നായിട്ട് നടന്നിക്കൊണ്ടിരുന്ന ഒരു ബാങ്ക് കൊള്ളമാക്കി. ഓമലൂർ ചന്തൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ, കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ, ആശാവർക്കർ ഉൾപ്പെടെ കരയുക. ചെല്ലുമ്പോൾ ചോദിക്കുക, സാറേ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു 500 രൂപ കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഓമലൂർ സൊസൈറ്റി മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് സൊസൈറ്റികൾ ഉൾപ്പെടെ ഈ CPMന്റെ നേതൃത്വത്തിൽ മുടിച്ച് നാശമാക്കി കളഞ്ഞു. അതിനുശേഷം ഇപ്പൊ അമ്പലത്തിൽ കയറിയിരിക്കുക, അമ്പലം നന്നാക്കാന്, ഭഗവാനെ ഉദ്ധരിക്കാന്. എന്താണ് ക്ഷേത്രമെന്ന് പോലും അറിയാൻ വയ്യാത്ത ഇവര് ഉത്സവം നടത്തിയാൽ എത്ര ഭംഗിയായിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് ഇവരുടെ ഈ കളികളൊന്നും ഓമല്ലൂരിൽ വേണ്ട എന്ന് താക്കീത് തരാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ വിളച്ചിലൊന്നും ഓമല്ലൂർ ക്ഷേത്രത്തിൽ നടക്കത്തില്ല എന്ന് ഉറക്കം പറയുവാൻ, തന്റെ ഇടത്തോടുകൂടി പറയുവാന്, ആത്മാഭിമാനത്തോടുകൂടി പറയാന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്താണ് ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മള് മാക്സിമം ക്ഷമിക്കും. അതിനുശേഷം ഒരു പ്രതിഷേധം കൂടെ ഓമല്ലൂരിൽ അരങ്ങേറും, യാതൊരു സംശയം വേണ്ട. ഈ പറയുന്ന ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറെ ഏതാണ്ട് ഒലത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഒലത്ത്? അവർക്ക് തന്നെ യാതൊരു വിധമായിട്ടുള്ള ഇതുമില്ല. എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും? ഭയപ്പാടിലാണ്. ഇപ്പൊ എല്ലാ കരക്കമ്മിറ്റിക്കാരുടെയും കാലെ പിടിക്കാൻ ഇപ്പൊ നാളെയും മറ്റന്നാളിലും ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ.